നമ്മളെ ഫാമിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെന്ന് പറയുന്നത് നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഫാം അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കാസെൻറ്റ് പോലും ഇല്ലാത്ത പച്ചക്കറി കൃഷിയാണ്. ഇത് കുറച്ച് ലേറ്റായിപ്പോയി. വിഷുവിന് വിളവെടുക്കാമെന്ന് വിചാരിച്ചേനു, പക്ഷേ അതിന് പറ്റിയില്ല. നമ്മൾ വിത്ത് പാകാൻ ഇത്തിരി ലേറ്റായിപ്പോയി. ഇത് കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതേനു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തേനീച്ചയും നമ്മൾ ലേറ്റായിപ്പോയി. തേനീച്ച നല്ല പലക അതിശക്തമായ കോളനി തന്നെ ഉണ്ടേന്. പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തേനെടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റൂല കേട്ടോ. ഇതൊരു ജനുവരിയിലൊക്കെ എടുത്ത് പോകേണ്ടതേനു, നേരെ വൈകിപ്പോയി. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ തേനീച്ച കുത്തും. നമ്മൾ ഷോർട്സിലൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മക്കളായിട്ടില്ല. മക്കളായ പിന്നെ കുത്തും. എല്ലാ ജീവികൾക്കും എൻ്റെ മക്കൾ പ്രിയപ്പെട്ടതാണല്ലോ. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ പൂവൻ കേട്ടോ. നമ്മളെ മെയിൻ പൂവൻ നേക്കഡിനക്ക് കാപ്പിരി പൂവനായിരുന്നു. അതിന് നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് തന്നെ കൊടുത്ത്. ഇപ്പോൾ ഇവനാണ് ഇവിടുത്തെ മെയിൻ പൂവൻ കേട്ടോ. ഇത് വീഡിയോ കുറച്ച് വിട്ടുന്ന എടുത്തുകൊണ്ടാണ്. നല്ല പൂവനാട്ടോ. എന്തെങ്കിലും അപകടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചറിയിച്ചിട്ട് അവൻ പോവുള്ളൂ. പിന്നെ ഇപ്പോൾ 2 ദിവസത്തെ ആയിട്ടേ ഉള്ളൂ നമ്മളെ മെയിൻ പൂവനെ കൊണ്ടുപോയിട്ട്. അതുകൊണ്ട് ഇവൻ്റെ കൂടെ പെടകളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. 2-3 ദിവസമാവും പെടകളൊന്നും എൻ്റെ കൂടെ പോകാനായിട്ട്. അതങ്ങനെ തന്നെയാണ്. പുതിയ പൂവൻ വന്നാൽ പെടകൾ സെറ്റാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ ബാക്കി പെടകളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ പൂവൻ കേട്ടോ. ഇവനെയും നമ്മളിപ്പം മാറ്റും 2 മാസം കൊണ്ട്. പിന്നെ നമ്മളെ സൈഡ് പൂവന്മാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സൈഡ് പൂവൻ കേട്ടോ. അപ്പോൾ ഇവനെന്താ ഇവിടെ കയറി ഇരിക്കണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പെടനെ മുട്ടടിക്കാനായിട്ട് പോയതാട്ടോ. ഇതാ പടക്കോയി ഇവിടെ കിടക്കണ്. ഇവന് ഇവിടെ തന്നെ കാണിച്ചു കൊടുക്കുള്ളൂ. എന്നിട്ട് വന്ന് കാക്ക വന്ന് കൊണ്ടുപോകും. ഇതാണ് മെയിൻ പണി. അപ്പോൾ ഞാനെടുത്ത് കൂട്ടിലേക്ക് ആക്കി കൊടുക്കട്ടെ കേട്ടോ. അവളെ നല്ലൊരു പൂവനാട്ടോ. അത് കരിയിലേൽ പറ്റിയ നല്ലൊരു പൂവനാണത്. നല്ലപോലെ പെടകളെ നോക്കും. ഏതായാലും ഇതിനെ പിടിച്ചതിലേക്ക് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ മുട്ടട്ടോളും. അപ്പോൾ ഈ ഒരു പൂവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒതുങ്ങിയ മെലിഞ്ഞ ശരീരം കേട്ടോ. കരിയില പൂവനാണ്. നല്ല ഉയരം പറക്കും. നല്ലപോലെ പടകളെ നോക്കും. ഇത് നമുക്കൊരാൾ വെറുതെ തന്നാണ്. അപ്പോൾ തരുമ്പോൾ അതിൻ്റെ കളറ് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്ക് ആണ്ടാണ് എനിക്ക് തന്നെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ വലുതായി വരുമ്പോൾ ആൾ നല്ല ഉഷാറായി വരുന്നുണ്ട്. നല്ലപോലെ നല്ലപോലെ പെടകളൊക്കെ നോക്കും കേട്ടോ. നല്ല അടിപൊളി കരിയിലപ്പെട്ട ഒരു പൂവനാണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സൈഡ് പൂവനെ. പിന്നെ ഉള്ളത് നമ്മളെ പുള്ളിപ്പൂവനുണ്ട്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂവനാണ്. ഇവൻ കണ്ടോ, അതിപ്പോൾ ആ പെടക്കൂവനെ പിടിച്ച് കൂട്ടിലാക്കിയപ്പോൾ അത് മുട്ടിട്ട് കഴിഞ്ഞവരെ അവിടെ കാത്ത് നിൽക്കുക കേട്ടോ. അതിനെ കാത്ത് നിൽക്കുകയാണ്. നല്ലപോലെ പെടകളെ നോക്കും ഈ കരിയിലെ കോഴികൾ. അടുത്തൊരു പൂവനാണ് നമ്മളെ പുള്ളിപ്പൂവൻ കേട്ടോ. ഇവന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇണക്കാണ്. ഇവനെ ഒരാൾ കണ്ണൂരേക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. നല്ല പൂവനെന്ന് പറഞ്ഞാൽ നല്ല പൂവനാണ്. 60 ടൈപ്പിൽപ്പെട്ട ഒതുങ്ങിയൊരു പൂവനാട്ടോ. വല്ലാതെ പിന്നെ എന്താ പറയുക, ഓവറായിട്ട് അഗ്രസീവും അല്ല. നമ്മൾ വിളിച്ചാലൊക്കെ വരും. കൂട് തുറന്നാൽ വേഗം കൂട്ട് കയറും. ഒരു അലമ്പില്ലാത്ത നല്ലൊരു പാവ പൂവനാട്ടോ. അപ്പോൾ അതിനെ കൊടുക്കാനേ എനിക്ക് തോന്നില്ല. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരാൾ ചോദിച്ചതിന് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ. നല്ലൊരു പൂവനാണ്. വേറെ പൂവന്മാരായിട്ട് കൊത്തുവിടാനൊന്നും പോവില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത പാരൻറ്റ് സ്റ്റോക്കിലേക്ക് വെച്ച കുട്ടികൾ കേട്ടോ. അവരൊക്കെ വലുതായിട്ടുണ്ട്. കൂടെ ഒന്ന് തുറന്ന് വെച്ച് നോക്കി. ആദ്യമായിട്ടൊന്നും ഇവരെ പുറത്തിറക്കാമെന്ന് വിചാരിച്ചിട്ട് തുറന്ന് വെച്ചതാണ്. പക്ഷേ പേടിച്ചിട്ട് ആരും ഇറങ്ങണില്ല. ഞാൻ വിചാരിച്ച് ഇറങ്ങണില്ലെങ്കിൽ ഇറങ്ങണ്ട വിചാരിച്ച്. എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പരുന്ത് കീരിയൊക്കെ ശല്യമുള്ളതാണ്. ഇവർ ഇറങ്ങിയാൽ ഇപ്പോൾ അവർക്ക് ആദ്യമായിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും കോഴിക്കുട്ടികൾക്ക് പേടിയായിരിക്കും. ഇതിലധികം പൂവന്മാർ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഒരു 3 പെടേറ്റേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ വേറൊരു പാരസ്റ്റോക്കിലേക്ക് വെച്ച വേറൊരു ബാച്ച്. ഇത് നമ്മൾ ഏകദേശം ഒരു 4 മാസത്തോളമായിട്ടുണ്ട്. അതിൽ ഒരു നല്ലൊരു ചാരപ്പൂവൻ ഉണ്ടേന്. പക്ഷേ അതിനെല്ലാവരും പെടകളടക്കം കൊത്തിയിട്ട് അതിൻ്റെ വാലൊക്കെ പോയിട്ടോ. അപ്പോൾ അതാ കുറച്ചാൾ ഇവിടെ കിടക്കുന്നുണ്ട്, കുറച്ചാൾ ഇതവിടെ. ഓരോരു ഏകദേശം ഒരു 8-9 ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ 2 പൂവനാണുള്ളത്. ഒരു ചാരപ്പൂവനും വേറൊരു പൂവനും ഉണ്ട്. ചാരപ്പൂവനെക്കാട്ടി ആക്റ്റീവ് മറ്റവനാണ്. പിന്നെ അതാ നമ്മളെ പുള്ളിപ്പടി മക്കളും ഇതിലുണ്ട്. കണ്ടില്ലേ, താഴത്തെ കൂട്ടിലുള്ളത് കേട്ടോ. പുള്ളിപ്പടി മക്കളുമാണ് ഉള്ളത്. പിന്നെ ഇത് വേറൊരു ബാച്ചാണ്. ഇത് നമ്മൾ പാരസ്റ്റോക്കിലേക്ക് വെച്ചാണ്. ഇതിൻ്റെ ഇപ്പോൾ തള്ളക്കോയിനൊക്കെ മാറ്റിയിട്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നേക്കഡിനൊക്കെ കാപ്പിരി കുട്ടികളാട്ടോ. നേക്കഡിനൊക്കെ കാപ്പിരി പൂവനെ കൊടുക്കണ മുന്നേ അതിൻ്റെ കുറച്ച് മക്കളെ ഇറക്കി വെച്ചാട്ടോ. അപ്പോൾ അതൊക്കെ പാരസ്റ്റോക്കിലേക്ക് സെറ്റാക്കി വെച്ചാണ്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഒക്കെ ഉണ്ട്. വിലയും നമ്മൾ പുറത്ത് വിടാനായില്ല കേട്ടോ, ചെറുതുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പാരൻറ്റ് സ്റ്റോക്കിലെ പിന്നെ കോഴികൾ കേട്ടോ. പിന്നെ ആരൊക്കെയോ കോഴിക്കുട്ടികളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അട വെച്ചുണ്ട്, വിരിയാനുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് അങ്ങോട്ട് പറയാൻ പറ്റില്ല വിരിയോ ഇല്ല എന്നുള്ളത്. എന്തായാലും വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ഹോൾഡ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും. ഇനി ഹോൾഡ് ചെയ്യണമെന്ന് പറയേണ്ടവർക്ക് ഹോൾഡ് ചെയ്ത് 2 ആഴ്ചയോ 1 മാസമായിട്ട് അങ്ങനെ കൊടുക്കണേ, അങ്ങനെയും ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മളെ ഗ്രാമശ്രീ കോഴികൾ കേട്ടോ. ഇവർ മുട്ടിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോൾ നമ്മളെ കന്നി നാടൻ കോഴി തന്നെയാണ് കേട്ടോ. ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ഹോൾഡ് കൊണ്ടുവന്നാണ് വലുതാക്കി കൊണ്ടുവന്നപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞ് കേട്ടോ. 4 മാസം കഴിഞ്ഞ് ഇവർക്ക് നമ്മൾ ഏതോ 2 ആൾക്കാർക്ക് നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് 10 വീതം. പിന്നെ ഇതിൽ നമുക്ക് 55 കോഴി എടുത്തതിൽ 1 ചത്തു പോയിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടേനി. അതിൽ 5 പൂവനേനി. 5 പൂവനിലിപ്പോൾ നമുക്കിവിടെ ആകെയുള്ള ഒരു പൂവനാട്ടോ. ഇത് വൈറ്റ് ഏനിയെന്നാണ് ഞാൻ വിചാരിച്ചത്. വൈറ്റിൽ പുള്ളി ഏനിയെന്നാണ് വെച്ചത്. പക്ഷേ വൈറ്റല്ല, ക്രീമും ബ്രൗണും ആഷൊക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറ് പൂവനാട്ടോ. ആഷ് വാലൊക്കെ അതിന് വരുന്നത്. ഒരു ചാരയും ക്രീമും
പുള്ളിയും ബ്രൗണും ഒക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ്. അത് കുറച്ചും കൂടി വലുതാകുമ്പോൾ ഒന്നും കൂടി കളർഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രാമശ്രീകൾ. പിന്നെ ഈ കോഴിനെ കണ്ടില്ലേ, ഇത് നമ്മൾ തിരികെ ജീവിതത്തിലേക്ക് വീഡിയോ ഇട്ടുണ്ടേനി. ആ കോഴി വീണ്ടും കിടപ്പിലായി പോയിട്ട് അതിൻ്റെ കാലൊക്കെ കണ്ടില്ലേ നീല കളറായി പോയത്. ഇപ്പോൾ ന്യൂറോബാണ് ടാബ്ലറ്റ് ഒരു ഗുളിക 2 നേരം വെച്ചിട്ട് നമ്മൾ ഏകദേശം 2 ആഴ്ചയോളം കൊടുത്ത് കഴിഞ്ഞിട്ടോ. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കോഴി നിന്ന് നടക്കുകയൊക്കെ ചെയ്തിനി. പിന്നെ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എണീക്കണേ ഇല്ല. അങ്ങനെ കോഴി പറ്റ ശോഷിച്ച് പോയി, ഭക്ഷണം ഒന്നും എടുക്കണില്ല ഇനി. പിന്നെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇപ്പോൾ ലേശം ഒന്ന് ഉഷാറായി വന്നാണ്. ഇപ്പോൾ ചിറകൊക്കെ ഇളക്കുന്നുണ്ട്. പക്ഷേ കാലിപ്പം മെഞ്ഞാൻ തൊട്ട് ഇങ്ങനെ ഫുള്ള് നീല കളറായിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിടിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട്. ഇനി അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മളെ കന്നി കരിയില കേട്ടോ, നമ്മളെ നേരത്തെ കണ്ട കരിയിലപ്പൂവിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളേനത്. അപ്പോൾ ഓള് മുട്ടയിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടേനി. അത് അടയായി പൊരുത്തിയുണ്ട്. ഫസ്റ്റ് കന്നിപ്പട കേട്ടോ പൊരുത്തി. കന്നിപ്പട പൊരുത്തുമ്പോൾ അധികം എല്ലാവരും അട വെക്കണം കേട്ടോ, കന്നിപ്പടനെ അട വെക്കാതിരിക്കരുത്. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ 2 കൂട്ടർ പൊരുതി ഇരിക്കുന്നുണ്ട്. ഇവലൊന്നും അട വെക്കണില്ല എന്ന് ഞാൻ വിചാരിച്ചത്. ചൂടോണ്ട് വിരിയില്ല, കോഴിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ ഭയങ്കര സമരത്തിലാണ്. ഞങ്ങൾ അട വെക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അവിടെ ഉണ്ട്. ഇപ്പോൾ 2 ആളെയും കൂടി ഇന്ന് വൈകുന്നേരം അട വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഫ്രിഡ്ജിലാണ്, തണുപ്പിടാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാഞ്ഞാൽ വിരിയില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അധികം തണുപ്പായി പോയാൽ കോഴിമുട്ട ചെറുതായിട്ട് വിള്ളൽ വന്ന് പൊട്ടിപ്പോകും കേട്ടോ. അത് താഴത്തെ കള്ളിൽ തന്നെയാണ് വെക്കുക, എന്നാലും ചിലപ്പോൾ അങ്ങനെ നമ്മളെ 2-3 മുട്ട കേടൊന്നും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.